അസ്സലാമു അലൈക്കും. ഇന്നൊരു പിസ്സയുടെ റെസിപ്പി ആട്ടോ ഷെയർ ചെയ്യാനായിട്ട് പോണത്. ഓവണും ചീസൊന്നും ഇല്ലാണ്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു പിസ്സയാണ്. അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ഡോ ഉണ്ടാക്കി വെക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 250 ml കപ്പിൽ 1.25 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള സോൾട്ട്, 1 ടീസ്പൂൺ ഷുഗർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 2 ടേബിൾ സ്പൂൺ ഓയിൽ. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. 3 ടേബിൾ സ്പൂൺ തൈര്. തൈര് എന്ന് പറയുന്നത് നല്ല പുളിയില്ലാത്ത കട്ട തൈരാട്ടോ. ഇനി ഇതും കൂടി ഇട്ടിട്ട് കൈയായിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം. ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്യണില്ല, കാരണം തൈരിൽ അത്യാവശ്യം വെള്ളം ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു നനവോട് കൂടിയിട്ടാണ് ഇത് കുഴച്ചെടുക്കേണ്ടത്. നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ കുറവ് തോന്നുകയാണെങ്കിൽ 1 ടേബിൾ സ്പൂണും കൂടെ തൈര് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. കയ്യിൽ കൂടുതലായിട്ട് ഒട്ടി പിടിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് കയ്യിൽ എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒന്ന് കുഴച്ചെടുത്താൽ മതി. ഇപ്പോൾ ഇതാ നമ്മൾ ഡോ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ചും കൂടെ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം ഇത് ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുത്തിട്ട് 1 മണിക്കൂർ വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുകയാണ്. ആ സമയം കൊണ്ട് ഇതിന് വേണ്ടിയിട്ടുള്ള വൈറ്റ് സോസും ടൊമാറ്റോ സോസും ഒന്ന് റെഡിയാക്കി എടുക്കാം. വൈറ്റ് സോസ് ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായതിനു ശേഷം 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കുകയാണ്. ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം ഇതിടാനായിട്ട്. ഇനി ബട്ടറും മൈദയും കൂടിയിട്ട് ഒരു 2 to 3 മിനിറ്റ്സ് വരെ ഒന്ന് നല്ലോണം മിക്സ് ആക്കി എടുക്കാം. ഇതിലേക്ക് ഇനി ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 2 കപ്പ് പാല് കുറേശ്ശായിട്ട് ഒഴിച്ചിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. കട്ട കെട്ടാണ്ട് തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ഈ സമയം ഇതിൻ്റെ കൂടെ കുറച്ച് ഒറിഗാനോ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ലൂസായിട്ട് വേണം ഈ ക്രീം ഉണ്ടാക്കാനായിട്ട്, കാരണം എന്താ വെച്ചാൽ ഇത് കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ ഒന്ന് തിക്കായി കിട്ടും. ഇപ്പോൾ ഇത് വൈറ്റ് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എങ്ങനെയാണ് ടൊമാറ്റോ സോസ് ഉണ്ടാക്കാൻ നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 2 മീഡിയം സൈസിലുള്ള ടൊമാറ്റോ, 10 അല്ലി ഗാർലിക്, ചെറുതായതുകൊണ്ടാണ് ഞാൻ 10 എടുത്തിട്ടുള്ളത്. വലുതാണെങ്കിൽ ഇത്ര അധികം വേണ്ട കേട്ടോ. അതുപോലെ തന്നെ 1 മീഡിയം സൈസിലുള്ള ഒനിയനും കൂടി എടുത്തിട്ടുണ്ട്. ഇതൊരു സിമ്പിളായിട്ടുള്ള ടൊമാറ്റോ സോസാണ്. ഇതിനു മുന്നേ ഞാനൊരു വീഡിയോ എടുത്തിട്ടുണ്ട് ചിക്കൻ പിസ്സയുടെ. അപ്പോൾ അതിലൊരു സോസ് കാണിച്ചിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഇനി ടൊമാറ്റോ ഒനിയനൊക്കെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് നല്ലോണം അരച്ചെടുക്കാം. ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ടൊമാറ്റോ ഒനിയൻ പേസ്റ്റ് ഉണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി 1/4 കപ്പ് വെള്ളം, ആവശ്യത്തിനുള്ള സോൾട്ടും കൂടി ഇട്ടിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. അതിനുശേഷം ഒന്ന് അടച്ച് വെച്ചിട്ട് നല്ലോണം തിളപ്പിച്ചെടുക്കണം. നമ്മളിപ്പോൾ ഒഴിച്ചു കൊടുത്ത വെള്ളം ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് നല്ലോണം വറ്റിയിട്ട് തിക്കായി കിട്ടണം. ഇപ്പോൾ ഇതൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, അതുപോലെ തന്നെ 1 ടീസ്പൂൺ ചില്ലി ഫ്ലെക്സ് ഉണ്ടല്ലോ, അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ വഴറ്റി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ഒറിഗാനോ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അത് ഓപ്ഷണലാണ്, കയ്യിലുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. പക്ഷേ ഇത് ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റും സ്മെല്ലൊക്കെയാണ്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ്, 1.5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് കൂടെ ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തതിനു ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പോൾ സോസ് ഇവിടെ റെഡി ആയിട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് സോസേജ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ വെജിറ്റബിൾസ് മാത്രമാണെങ്കിൽ അത് മാത്രമായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഓപ്ഷനിലാട്ടോ. ചിക്കനാണ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി, കോൺഫ്ലവറും കൂടി ഇട്ടിട്ട് നല്ലോണം മാരിനേറ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം ഫ്രൈ ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്യാപ്സിക്കം, ടൊമാറ്റോ, ഒനിയന്, കുറച്ച് ഒലീവ്സ്, ഇതാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളെ കയ്യിൽ ഏതാണ് അവൈലബിൾ ആയിട്ടുള്ളത് അത് എടുക്കാം കേട്ടോ. ഇനി ആദ്യം കുഴച്ച് വെച്ചിട്ടുള്ള ഡോ എന്തായി നോക്കാം. ഇതിപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്നും കൂടെ ഒന്ന് കൈയായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം ഒന്ന് പരത്തിയെടുക്കാം. കൗണ്ടർ ടോപ്പിൽ അല്ലെങ്കിൽ ഇതുപോലുള്ളൊരു പലകയിലൊന്ന് മൈദ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതിന് മേലൊന്ന് വെച്ചിട്ട് ഒരു ഷേപ്പിന് വേണ്ടിയിട്ടൊന്ന് പരത്തിയെടുക്കും. ഞാനിപ്പോൾ കുറച്ച് വലിയൊരു പാനിലാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഡോ ഫുള്ളായി എടുത്തിട്ടാണ് പരത്തിയെടുക്കുന്നത്. നിങ്ങളിപ്പോൾ ഒരു ചെറിയ പാനിലാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് 2 വട്ടമായിട്ട് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഈ ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം എല്ലാ ഭാഗത്തേക്കും ഒരു ബ്രഷ് ആയിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ പരത്തി വെച്ചിട്ടുള്ള ഡോ ഉണ്ടല്ലോ, അത് ഈ പാനിൽ വെച്ചിട്ട് ആ പാനിൻ്റെ ഷേപ്പിലൊന്ന് എല്ലാ സൈഡും കറക്റ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് എല്ലാ സൈഡിലൊന്ന് കുത്തി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ സോസ് മേലെ ഇട്ടിട്ട് ഒന്ന് എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിന് മുകളിലായിട്ട് വൈറ്റ് സോസ് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ തന്നെ എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം.
ഇനി ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് വെജിറ്റബിൾസും സോസേജും ഒക്കെ ഇട്ടിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇനി ലാസ്റ്റ് ഒരു സ്മെല്ലിനും ടേസ്റ്റിനൊക്കെ ആയിട്ട് കുറച്ച് ഒറിഗാനും ചില്ലി ഫ്ലേക്സൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് 2 രീതിയിൽ ബേക്ക് ചെയ്തെടുക്കാം. ഒന്നെങ്കിൽ ഇതുപോലെ ഒരു തട്ട് വെച്ചിട്ട് അതിന് മുകളിൽ ആ പാന് വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് ബേക്ക് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ആ പാന് മാത്രമായി വെച്ചിട്ട് നല്ല ലോ ഫ്ലെയിമിലിട്ടിട്ട് ബേക്ക് ചെയ്തെടുക്കുകയും ചെയ്യാം. ഇതിപ്പോൾ തട്ട് വെക്കാതെ പാന് മാത്രമായിട്ടാണ് ചെയ്യണത്. ഇതിപ്പോൾ ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 10 to 15 minutes കഴിഞ്ഞിട്ട് ഇതൊന്ന് തുറന്ന് നോക്കാം. ഇതിപ്പോൾ ഒരു 10 minute കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. അപ്പത്തിന് തുറന്ന് നോക്കിയപ്പോൾ ഇത് നല്ലോണം ബേക്കായി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഇനി അധികം സമയം വേണ്ട, പെട്ടെന്ന് തന്നെ ബേക്കായി കിട്ടും. ചീസൊന്നും മെൽറ്റ് ആവുന്ന ടൈമൊന്നും വേണ്ടല്ലോ. ഈ ബ്രെഡ് മാത്രം ഒന്ന് റെഡി ആവാനുള്ള ടൈം മതി. ഇതിപ്പോൾ അടിയിലൊന്നും പിടിക്കാണ്ട് നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് ഞാനിപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. പറയാതിരിക്കാൻ വയ്യട്ടോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പിസ്സയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്